ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ബട്ടർഫ്ലൈ ക്യാമ്പിലേക്കാണ്. ഈ ക്യാമ്പിൻ്റെ പേരാണ് ആനേജാരി ബട്ടർഫ്ലൈ ക്യാമ്പ്. ഈ ക്യാമ്പ് നമ്മുടെ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. ഞങ്ങളങ്ങനെ ബട്ടർഫ്ലൈ ക്യാമ്പിലെത്തി. ഈ ക്യാമ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കർണാടകയിലെ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ആണ്. ഇതിന്റെ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 1 മണിക്കാണ്. മാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്കാകെ മൂകാംബികയിലേക്ക് 3.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ 9:30 കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ഹിമാലയൻ എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ഈ ക്യാമ്പ് മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടി പോണ പോലെ ഒരു ഫീല് നമുക്ക് കിട്ടും. ഈ ക്യാമ്പിന്റെ മെയിൻ ഗേറ്റ് കടന്നാൽ റോഡ് ചെറുതാണ്. ബൈക്കിനൊക്കെ കുഴപ്പമില്ല, പക്ഷെ വലിയ കാറൊക്കെ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ക്യാമ്പ് 2 ദിവസത്തെ പാക്കേജ് ആണ്. പാക്കേജ് 3000 രൂപയോളം വരും. അതിൽ നമുക്ക് സ്റ്റേ ഉണ്ടാവും, 3 നേരത്തെ ഫുഡ് ഉണ്ടാവും, പിന്നെ ട്രെക്കിംഗ് പോലത്തെ കുറെ അഡ്വഞ്ചേഴ്സും ആക്ടിവിറ്റീസും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങൾ അങ്ങനെ മഴയും ബ്ലോക്കും എല്ലാം കഴിഞ്ഞിട്ട് 1:30 മണി ആയപ്പോഴേക്കുമാണ് ഈ ക്യാമ്പിലേക്ക് എത്തിയത്. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ എന്ന് നമ്മുടെ ജഗതിച്ചേട്ടൻ പറയണ പോലെ ഫുൾ കാട്ടിന്റെ ഉള്ളിൽ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളുടെ ഇടയിലാണ് ഇതിന്റെ ഓരോ കോട്ടേജസും ഉള്ളത്. ഇവിടെ 3 തരത്തിലുള്ള കോട്ടേജസ് ഉണ്ട്. ടെന്റഡ് കോട്ടേജസ് ഉണ്ട്, നോർമൽ കോട്ടേജസും ഉണ്ട്, വുഡൻ കോട്ടേജസും ഉണ്ട്. ഞങ്ങള് വുഡൻ കോട്ടേജ് ആണ് ബുക്ക് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. നല്ല ക്ലീൻ ആണ് കോട്ടേജ്. 2 തരത്തിലുള്ള കോട്ടേജസ് ഉണ്ട്. ഡോർമെട്രി ടൈപ്പും ഉണ്ട്, നോർമൽ ടൈപ്പും ഉണ്ട്. ഞങ്ങൾ നോർമൽ ടൈപ്പാണ് എടുത്തത്. റൂം ഒക്കെ നല്ല ക്ലീൻ ആണ്, അതുപോലെ ബാത്റൂമും നല്ല ക്ലീൻ ആണ്. ഈ പാക്കേജിന്റെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ 4 മണിക്ക് ട്രെക്കിംഗ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഫ്രഷപ്പായി ട്രെക്കിങ്ങിനായി പുറപ്പെട്ടു. ട്രെക്കിങ്ങിന് പോകുമ്പോൾ നമ്മോടൊപ്പം ഈ ക്യാമ്പിലെ ഒരു ഗൈഡ് കൂടെ വരും. അയാൾ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്ന് ട്രെക്കിംഗ് ചെയ്യിക്കും. നമ്മുടെ ട്രെക്കിംഗ് മൂകാംബിക മലനിരകളിലൂടെയാണ്. അങ്ങനെ ഞങ്ങൾ ഷൂവും സോക്സൊക്കെ ഇട്ട് ട്രെക്കിങ്ങിനായിട്ട് ഇറങ്ങി. ഷൂ ആണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ട്രെക്കിങ്ങിനും. അതുപോലെ ഇവിടെ കുറെ ലീച്ചസ് ഉണ്ടാവും. അത് നമ്മുടെ കാലിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അത് ചോര കുടിച്ചേ പോകത്തുള്ളൂ. ഇതാണ് നമ്മുടെ ട്രെക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് ട്രെക്കിങ്ങിന്റെ റൂട്ട് മാപ്പ്. പക്ഷെ ഈ റെയിനി സീസൺ ആയതുകൊണ്ട് ലാൻഡ് സ്ലൈഡ് വരാൻ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഇവർ ഞങ്ങളെ മൊത്തം റൂട്ട് ട്രെക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയിലൊക്കെ ധാരാളം ലീച്ചസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഷൂ ഇട്ടിട്ടും നമ്മുടെ കാലിലൊക്കെ കയറി കടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നടക്കുന്ന വഴിയൊക്കെ കുറച്ചൊക്കെ സ്ലിപ്പറി ആയിരുന്നു. കാരണം ഞങ്ങൾ ഈ റെയിനി സീസണിലാണ് പോയത്. ആക്ച്വലി ഈ ക്യാമ്പ് വിസിറ്റ് ചെയ്യണ ബെസ്റ്റ് സമയം ഒക്ടോബർ ടു മാർച്ച് ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ചുമ്മാ വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി.
മൺസൂൺ സീസൺ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാം. അതുപോലെ ഞങ്ങൾ കണ്ടതിനെക്കാട്ടി കൂടുതൽ ബട്ടർഫ്ലൈസിനെ നിങ്ങൾക്ക് ഈ ട്രെക്കിംഗ് സമയത്ത് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലീച്ചസ്. അത് ഞങ്ങളെ വീണ്ടും പിടികൂടി. അത് കാലിൽ കടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിക്കിടക്കും. അതിനെ ഓടിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഉപ്പിടുക അതിന് മേത്ത്, അല്ലെങ്കിൽ സാനിറ്റൈസർ സ്പ്രേ ചെയ്യുക. ഈ ലീച്ചസ് കാരണം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. 2-3 ബട്ടർഫ്ലൈസിനെ ഞങ്ങൾ കണ്ടു, അതിന്റെ ഫോട്ടോയും എടുത്തു. അതിന്റെ ഓരോ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഗൈഡും പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ട ബട്ടർഫ്ലൈസ്. ഇത് ഒരു ടൈപ്പ് സ്പൈഡർ ആണ്. ഞങ്ങൾ ട്രെക്കിംഗ് അങ്ങനെ 45 മിനിറ്റോളം ഉണ്ടായി. റിസ്ട്രിക്ഷൻസ് കാരണം മൊത്തം റൂട്ട് ട്രെക്ക് ചെയ്യാൻ പറ്റിയില്ല. ട്രെക്കിംഗ് കഴിഞ്ഞ് കോട്ടേജിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ കാലിൽ മൊത്തം ലീച്ചസ് കടിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കി ഒന്ന് ഫ്രഷപ്പ് ആയി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയി. ഇതാണ് ഇവിടുത്തെ ഹോട്ടല്. ബഫറ്റ് സിസ്റ്റം ആണ്. അപ്പൊ നമുക്ക് ചായയും ഗോലി ബജ്ജിയും ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ കിട്ടി. ഞങ്ങൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഈ ക്യാമ്പിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഈ ക്യാമ്പിൽ വന്ന സമയത്ത് അധികം ടൂറിസ്റ്റേഴ്സ് ആരും ഉണ്ടായില്ല. ആകെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ ഇറ്റനറി പ്രകാരം രാത്രി 7 മണിക്ക് ഒരു വൈൽഡ് ലൈഫ് ഫിലിം ഷോ ഇവര് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാലേ ഇവര് നമുക്ക് കാണിച്ചു തരത്തുള്ളൂ. ഞങ്ങൾ ആ സിനിമ കാണാനിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഇതിന്റെ ബ്യൂട്ടി എൻജോയ് ചെയ്ത് നടന്നു. ഇതിൽ കൂടി പോയാൽ നമുക്ക് മൂകാംബികയിലേക്ക് ഒഴുകുന്ന സൗപർണിക നദിയിലേക്ക് പോവാം. ഈ ക്യാമ്പിന്റെ സ്ഥലങ്ങൾ മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ജംഗിൾ ലോഡ്ജസ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ക്യാമ്പ്. ഈ കാണുന്നതാണ് സൗപർണിക നദി. ചെയർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് നദിയുടെയും ഈ ഫോറസ്റ്റിന്റെയും ഭംഗി നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ നദിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കോട്ടേജസിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ പല വിധത്തിലുള്ള കോട്ടേജസ് ഉണ്ട്. ഇതാണ് ടെന്റഡ് കോട്ടേജ്. അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഇവിടെ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് ക്യാമ്പ് ഫയർ പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ അതും ഇവിടെ ഇരുന്ന് നമുക്ക് കളിക്കാം. ഇരുട്ടായപ്പോഴേക്കും ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങാനായിട്ട് പോയി. ചപ്പാത്തിയും സ്റ്റൂവും ആയിരുന്നു ഞങ്ങൾക്ക് ഡിന്നറിന്. ഇവരുടെ ഇറ്റിനറി പ്രകാരം സെക്കൻഡ് ഡേ രാവിലെ 6 മണിക്ക് ബേർഡ് വാച്ചിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾ എണ്ണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബേർഡ് വാച്ചിങ്ങിന് പോവാൻ സാധിച്ചില്ല. 10 മണിക്കായിരുന്നു ഇവിടെ ചെക്കൗട്ട് ടൈം. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ മാംഗ്ലൂരിലേക്ക് മടങ്ങി. അപ്പോൾ മൂകാംബികയിൽ വരുന്നവരൊക്കെ ഈ ക്യാമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇതിന്റെ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വെബ്സൈറ്റിൽ കിട്ടും. ഇത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം ഒക്ടോബർ ടു മാർച്ച് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇടുക. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.